എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ലൈഫ് പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അറിവും വിജ്ഞാനവും വിനോദവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ വീഡിയോസുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ചാനലിലൂടെ എത്തിക്കുന്നത്. നിങ്ങളത് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോയായ അൺബോക്സിങ്, നമുക്കൊരു കണ്ടൻസർ മൈക്ക്, നമ്മൾ സ്റ്റുഡിയോകളിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ മൈക്ക് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോയാണ് ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഡിജിമോർ എന്ന് പറയുന്ന കണ്ടൻസർ മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ്, വീഡിയോ ആണ് നാം ആദ്യമായി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇത് www.digimore.com.in എന്ന് പറയുന്ന സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. ഏകദേശം 3200 രൂപയോളമാണ് ഈ മൈക്കിന് വില വരുന്നത്. ഇത് D430 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ യൂസർ മെനു ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ മൈക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വായിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ആദ്യം ഇതിൻ്റെ ഫൈൻ ട്യൂണിങ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എടുത്ത് ഓരോന്നോ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതാണ് നമ്മൾ സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടൻസർ മൈക്ക്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ലൊരു മോഡലാണ് ഡിജി മോഡൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്ക് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡും നല്ല വെയിറ്റുള്ള സ്റ്റാൻഡാണ്. അതുപോലെ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാം. ഇതിനെല്ലാം നട്ടുകളും സ്ക്രൂകളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം അതിൻ്റെ പൊസിഷനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് ഉള്ളത് ഇതിൻ്റെ മെയിൻ ഒരു പോർഷൻ ഉള്ളത് ഇതിൻ്റെ ട്യൂണറാണ്. ട്യൂണിങ് സെക്ഷനിലേക്ക് നമ്മൾ ഓരോന്നും മൈക്കിൻ്റെ പോർഷനും മൊബൈലും ചാർജറും എല്ലാം കണക്ട് ചെയ്യാം. ഇത് ഒരു ചാർജിങ് USB ചാർജിങ് പോലെ നമുക്ക് 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് സെപ്പറേറ്റ് ഉണ്ട്. അത് നമുക്ക് കേബിളുണ്ട്. കേബിൾ കണക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം പിന്നെ സെക്കൻഡ് ഇതിൻ്റെ കേബിളാണ്. 3-4 ടൈപ്പ് കേബിളുകളുണ്ട്. അത് മൈക്ക് കണക്ട് ചെയ്യുന്ന കേബിള്, അതുപോലെ തന്നെ മൊബൈൽ കണക്ട് ചെയ്യുന്ന കേബിള്, ചാർജറിൻ്റെ കേബിള് OX കേബിളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വാറണ്ടി കാർഡുണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. ഇത് വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നതാണ്. നമുക്ക് ഏകദേശം 1 ഇയർ വാറണ്ടി കമ്പനി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മൈക്ക് സിസ്റ്റം ഇതിന് ഈ കണ്ടൻസർ മൈക്കിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ നിന്ന് ഓരോരോ പാർട്സുകൾ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാൻഡ് ഉറപ്പിക്കേണ്ട ഈ ടേബിളിൽ നമുക്ക് സ്റ്റാൻഡ് ഉറപ്പിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഈ ടേബിളിലേക്ക് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാവുന്ന സ്ക്രൂകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യുകയാണ്. സ്റ്റാൻഡ് ജസ്റ്റ് ഇങ്ങനെ നിവർത്താം. നമ്മൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ടൈറ്റ് ചെയ്യാവുന്ന നട്ടുകൾ ഇതേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്നതിന് ഇവിടെയും ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള നട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഇത് വെക്കേണ്ട പൊസിഷൻ ഏതാണോ ആ പൊസിഷനിലേക്ക് നമുക്കിത് അലൈൻമെൻറ്റ് ചെയ്യാം. അലൈൻമെൻറ്റ് ചെയ്യുന്ന ഇതും ഇവിടെ നട്ട് കൊടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ മൈക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് ഉണ്ട്. ആ സാധനം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്യാവുന്ന ഒരു നട്ട് ബോൾട്ട് പോലെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ വെക്കേണ്ടത്, മൈക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ പൊസിഷനിൽ ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ യൂണിറ്റായ കണ്ടൻസർ മൈക്ക് തന്നെ നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഫിക്സ് ചെയ്യാന്ന് ഡയറക്റ്റ് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഇത് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കണ്ടൻസർ. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഇളക്കം ഉണ്ടാകരുത്. കാരണം നോയ്സ് എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ മൈക്ക് നല്ല ടൈറ്റിൽ നല്ല രീതിയിൽ ഇരിക്കണം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു
യൂണിറ്റും കൂടെ ഉണ്ട്. ഫിൽറ്റർ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. ഈ സ്റ്റാൻഡിൽ തന്നെ ഫിക്സ് ചെയ്താൽ മതി. ഫിൽറ്റർ ഫിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മളെ വോയിസ് ക്ലിയറൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റ് നോയ്സ് കട്ട് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫിൽറ്റർ ഈ സ്റ്റാൻഡിൻ്റെ യൂണിറ്റിലേക്ക് വെച്ച് ഇതിൻ്റെ മുകളിൽ നമ്മളുടെ സൗകര്യാർത്ഥം അതിൻ്റെ പൊസിഷൻ അലൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഇതിൽ ഈ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ട്യൂണർ, നമ്മളുടെ മെയിൻ ഒരു യൂണിറ്റായ ഈ കണ്ടൻസർ മൈക്കിൻ്റെ മെയിൻ പോർഷനായിട്ടുള്ള യൂണിറ്റ്, ഇതിലേക്ക് നമ്മൾ മൈക്കിൻ്റെ കേബിളാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. മൈക്കിൻ്റെ കേബിള് ഇതിൽ തന്നെ നമുക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടൻസർ 1 എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ഇത് കണക്ട് ചെയ്യണം. അതിനുശേഷം ഇതേ പോർഷൻ തന്നെ നമ്മുടെ മൈക്കിൻ്റെ താഴെ, മൈക്ക് നമുക്കിപ്പം ജസ്റ്റ് നമുക്കിങ്ങ് എടുക്കാം. എടുത്തതിന് ശേഷം ഇതിനുള്ളിലൂടെ നമ്മൾ എടുത്തിട്ട് മൈക്ക് ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ഷനായി. അതിനുശേഷം ഈ മൈക്ക് ഇതിൽ തന്നെ ഫിക്സ് ചെയ്യുക. നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ കേബിള് അതിൻ്റേതായ പൊസിഷനിലെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലാണെങ്കിൽ മൊബൈൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊബൈൽ പോയിന്റിൽ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റിൻ്റെ പോയിന്റുകൾ കണക്ട് ചെയ്യുന്നതാണ്. ഹെഡ്സെറ്റും ഇതിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് ഹെഡ്സെറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ട്യൂണർ സെക്ഷനിലെ കണക്ഷൻ്റെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളുടെ ഏകദേശ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കണ്ടൻസർ മൈക്ക് നമ്മുടെ ട്യൂണർ കണക്ട് ചെയ്തു, ഹെഡ്സെറ്റ് കണക്ട് ചെയ്തു, അതുപോലെ നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി മൊബൈലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോർഷനിൽ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി സെക്ഷൻ സെലക്ട് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൽ റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. റെക്കോർഡിംഗ് വോളിയം ഫുള്ളായിട്ടിടുക. അതിനുശേഷം നമ്മൾ മൈക്കിൽ ഹലോ ചെക്കിംഗ്, മൈക്ക് റെക്കോർഡ് ആകുന്നുണ്ട്, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇതിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് മുഖാന്തരം നമുക്കിതിലേക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. ഹലോ ചെക്കിംഗ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ കണ്ടൻസർ മൈക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലെ മ്യൂസിക് ക്ലാസ്സുകൾ, നിങ്ങൾ എന്തെങ്കിലും കരോക്കെ ആയിട്ട് സോങ്സ് പാടാൻ ഉദ്ദേശിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡിങ് ഓപ്ഷന് സാധിക്കുന്ന ഒരു കണ്ടൻസർ മൈക്കാണ് ഇത്. ഡിജിമോർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് ഈ കണ്ടൻസർ മൈക്കിൻ്റെ റെക്കോർഡിങ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഹലോ ചെക്കിംഗ്. അപ്പോൾ ഇത് റെക്കോർഡ് ആകുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. അതുപോലെ ഡിജിമോറിൻ്റെ ഒരു നല്ല കണ്ടൻസർ മൈക്കാണ് ഇത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ടൊന്ന് മേടിച്ചതാണ്. അതുപോലെ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ പലതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് ഇത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും ഈ ചാനലുകളിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഡിജിമോറിൻ്റെ കണ്ടൻസർ മൈക്ക് അൺബോക്സിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ലൈഫ് പ്ലസ് എന്ന് പറയുന്ന ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായും അറിവും വിനോദവും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.